നമസ്കാരം. കാത്തുകാത്തിരുന്ന ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം തന്നെയായിരുന്നു എന്നത് കേരളം മൊത്തം പിടിച്ചെടുക്കാനുള്ള ബിജെപിയുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ച കാര്യമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ കയ്യിൽ കിട്ടിയ നഗരത്തെ, അതും തലസ്ഥാനത്തെ, എങ്ങനെ ഭദ്രമാക്കി കൈപ്പിടിയിൽ സൂക്ഷിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും കേരളം ഇനി ബിജെപിയിൽ വിശ്വാസം അർപ്പിക്കുക. അതിനാൽ ഓരോ ചുവടും ബിജെപിക്ക് തിരുവനന്തപുരം നഗരത്തിൽ പരീക്ഷണ ഘട്ടമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി അവതരിപ്പിച്ച കോർപ്പറേഷൻ ബജറ്റ് നഗര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഭരണകക്ഷി അല്ലാത്ത ഒരു പാർട്ടി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന നിലയിൽ തന്നെ ഇതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ ബജറ്റ് നഗരത്തിന്റെ യാഥാർത്ഥ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഗുണപരമായ പ്രമേയങ്ങളാണോ മുന്നോട്ട് വെക്കുന്നത്, അതോ രാഷ്ട്രീയ നിലപാടുകൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമമോ എന്നതാണ് പ്രധാന ചോദ്യം. തലസ്ഥാനത്തെ സമാധാന നഗരമാക്കാനാണ് കോർപ്പറേഷന്റെ പ്രധാന പദ്ധതി. 2 കോടി രൂപയാണ് ഇതിനായി കോർപ്പറേഷൻ ബജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. ബജറ്റിന്റെ പ്രധാന പ്രമേയങ്ങളിൽ നഗര ശുചിത്വം, മാലിന്യ സംസ്കരണം, റോഡ് വികസനം, കുടിവെള്ള വിതരണം, നഗരാരോഗ്യ മേഖലയുടെ ശാക്തീകരണം, നികുതി സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം. വർഷങ്ങളായി നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന് ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഗുണകരമായ ഒരു നീക്കമായിരിക്കും. വാർഡ് തലത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, വീടുതല തരംതിരിക്കൽ നിർബന്ധിതമാക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാനാവുന്നുവെങ്കിൽ നഗരത്തിന്റെ ആരോഗ്യപരമായ സാഹചര്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിൽ സംശയമില്ല. സമാധാന സൗഹൃദ നഗര രൂപകൽപ്പന, പൊതു ഇടങ്ങളുടെ വികസനം തുടങ്ങിയവയിലൂടെ സാമൂഹിക ഐക്യവും മാനസിക ക്ഷേമവും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ബിജെപി ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ഡെപ്യൂട്ടി മേയർ GS ആശാനാഥാണ് അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതിയുടെ അടുത്ത ഘട്ടം സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിടാത്തതു കാരണം നടപ്പാക്കാനാവാത്ത സ്ഥിതിയാണ് നിലവിൽ. ആദ്യഘട്ടത്തിൽ വസ്തു വാങ്ങിയ 2000 പേർക്ക് ഇതുകാരണം വീട് വെക്കാനാവുന്നില്ല. ഇവർക്ക് വേണ്ടി കോർപ്പറേഷൻ സ്വന്തമായി ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഭവന യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്കായി 20 കോടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇവർക്ക് വീട് വെക്കാനുള്ള മുഴുവൻ തുകയും കോർപ്പറേഷൻ തന്നെ ചെലവിടും. റോഡ് വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രത്യേക ഫണ്ടുകൾ മാറ്റിവെച്ചതായി ബജറ്റിൽ സൂചനയുണ്ട്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന് അനുയോജ്യമായ നിലവാരത്തിൽ റോഡുകൾ, ഡ്രെയിനേജ് സംവിധാനം, സ്മാർട്ട് ലൈറ്റിംഗ് എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കാത്ത അനുഭവം നഗരവാസികൾക്കുണ്ട്. അതിനാൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൃത്യമായ സമയക്രമവും സുതാര്യമായ നടപ്പാക്കൽ സംവിധാനവും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നതാണ് ഗുണനിലവാരം വിലയിരുത്താനുള്ള മാനദണ്ഡം. നികുതി പരിഷ്കാരങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും ശ്രദ്ധേയമാണ്. പ്രോപ്പർട്ടി ടാക്സ് പുനഃക്രമീകരണം, നികുതി പിരിവ് കാര്യക്ഷമമാക്കൽ തുടങ്ങിയ നീക്കങ്ങൾ നഗരത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായകമാകാം. എന്നാൽ ഇതിന് പിന്നാലെ സാധാരണ ജനങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിഴലിക്കുന്നുണ്ട്. നികുതി വർധന ഉണ്ടെങ്കിൽ അതിനൊപ്പമുള്ള സേവന നിലവാര വർധന ഉറപ്പാക്കേണ്ടത് നിർബന്ധമാണ്. ഇല്ലാത്ത പക്ഷം അത് ജനവിരുദ്ധമായ നടപടിയായി വിലയിരുത്തപ്പെടും. ആരോഗ്യ മേഖലയിൽ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, കൂടുതൽ ഡോക്ടർമാരുടെ നിയമനം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കോവിഡ് അനുഭവശേഷം പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ഒരു പോസിറ്റീവ് നീക്കമായി ഇതിനെ കാണാം. നഗരത്തിലെ ദരിദ്രരും വയോധികരും ആശ്രയിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നത് സാമൂഹിക നീതിയുടെ ഭാഗവുമാണ്. എന്നാൽ ഒരു ബജറ്റിന്റെ ഗുണം വിലയിരുത്തുന്നത് വെറും പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. വരുമാന ചെലവ് കണക്കുകൾ യാഥാർത്ഥ്യ ബോധമുള്ളതാണോ? ഫണ്ടുകളുടെ ഉറവിടം വ്യക്തമാക്കിയിട്ടുണ്ടോ? മുൻകാല കുടിശ്ശികകൾ എങ്ങനെ തീർക്കുമെന്നതിൽ വ്യക്തതയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ നിർണായകമാണ്. പലപ്പോഴും ബദൽ ബജറ്റുകൾ ആശയപരമായി ആകർഷകമായിരിക്കാം. എന്നാൽ സംസ്ഥാനത്തിന്റെ ഭരണ ചുമതല ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രായോഗികത ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. രാഷ്ട്രീയമായും ഈ ബജറ്റിന് പ്രാധാന്യമുണ്ട്. നഗരഭരണത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താനുള്ള ബിജെപിയുടെ ശ്രമമായി ഇതിനെ കാണാം. ഭരണകക്ഷിയുടെ ബജറ്റിനെതിരെ വിമർശനാത്മകമായ നിലപാട് സ്വീകരിക്കുകയും തങ്ങൾ വേറിട്ട ഒരു വികസന ദർശനം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ആരോഗ്യകരമായ പ്രവണതയാണ്. ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം ഭരണത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കാനും സഹായിക്കും. ഈ ബജറ്റ് ഗുണമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഒരേ ഒരു വാചകത്തിന് ഉത്തരമില്ല. മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തൽ എന്നിവയിൽ വ്യക്തമായ നടപ്പാക്കാവുന്ന പദ്ധതികളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും ഉണ്ടെങ്കിൽ അത് നഗരത്തിന് ഗുണകരമായ ഒരു ചുവടുവയ്പ് തന്നെയായിരിക്കും. എന്നാൽ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ആകർഷക വാഗ്ദാനങ്ങളായി മാത്രം ഇത് തുടരുകയാണെങ്കിൽ അതിന്റെ പ്രായോഗികത പ്രാധാന്യം കുറയുകയും ചെയ്യും. ബജറ്റിന്റെ വിജയം പ്രഖ്യാപനങ്ങളിലല്ല, നടപ്പാക്കലിലാണ്. നഗരവാസികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകുന്നുവോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ അന്തിമ വിലയിരുത്തലും.
കേരളം BJP എത്ര വേഗത്തിൽ പിടിച്ചെടുക്കുമെന്നുള്ള തീരുമാനം.